ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെസ്ലെ സെർലാക്കിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും കൂടിയാണ് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നെസ്ലെ സെർലാക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 18 മാസം തൊട്ട് 24 മാസം വരെയുള്ള കുട്ടികളുടെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 5 ഗ്രെയിൻസ് ആണ് വന്നിരിക്കുന്നത്, 5 ധാന്യങ്ങളാണ് വന്നിട്ടുള്ളത്, പഴങ്ങളും ഉൾപ്പെടുന്ന സോഴ്സ് ഓഫ് അയൺ റിച്ച് പ്രോട്ടീൻസും കൂടി 14 വിറ്റാമിൻസും ധാതുക്കളുള്ള ഒരു പൗഡറാണ് നമ്മുടെ ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കും സൈഡിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെന്ന് പറയുമ്പോൾ 6 മാസം, 8 മാസം, 10 മാസം, 12, 18 മാസം വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 329 രൂപയാണ് വരുന്നത് കേട്ടോ. എനിക്ക് ഇത് നല്ലൊരു അടിപൊളി ഒരു നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാറില്ല കേട്ടോ പൊതുവേ. ഇതിങ്ങനെ ഒരു ക്ലിപ്പ് നമുക്കിത് മീഷോയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു ക്ലിപ്പാണ്. അത് ഉപയോഗിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് ഈ ബോക്സിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ട് ഒരു ഡപ്പയിലേക്ക് മാറ്റി വെക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിതിലേക്ക് എടുക്കുന്നത് പശുവിൻ പാലാണ് എടുക്കുന്നത്. 1 വയസ്സ് ഉള്ള കുട്ടികൾക്കാണ് പശുപാൽ എടുക്കുന്നത്. അതിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. കഫം കെട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പശുവിൻ പാലാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് നമ്മുടെ ഫോർമുല മിൽക്കൊക്കെ നമുക്ക് ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 2 സ്പൂണാണ്. ഇതിൽ പറയുന്നത് 5 തൊട്ടിട്ട് 6 സ്പൂണുകളും എടുക്കാമെന്നാണ് പറയണത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയധികം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കരുത്. അവർക്ക് എത്രയാണ് അളവിൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരളവിനുള്ള ഫുഡ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇവർ പറയുന്ന ഈ ഒരളവിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കാൻ മാക്സിമം കുട്ടികൾ കഴിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ 1.5 വയസ്സാവാനായിട്ട് ഞാനിത് ഡെയിലി കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. നമുക്കിതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും, കുട്ടികൾക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം കുറച്ച് 2 സ്പൂൺ പൊടി എടുത്തിട്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ചെറു ചൂടുള്ള വെച്ചിട്ട് കുറച്ചും കൂടി നല്ല ചൂടുള്ളതെന്ന് വെന്ത് കിട്ടേണ്ട രീതിയിലുള്ളൊരു ചൂടുള്ള രീതിയിലുള്ള പാലാണ് എടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അളവെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ മന്താണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ടുള്ള 6 മന്ത് തൊട്ടിട്ട് ഉള്ള കുട്ടികൾക്ക് ആണെങ്കിൽ 6 മന്തിൻ്റെ തന്നെ മേടിക്കാൻ നോക്കാം. 8 മാസമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്ക് കറക്റ്റ് മന്ത് നോക്കിയിട്ട് തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇതെൻ്റെ മോൾക്ക് ഇപ്പോൾ 1.5 വയസ്സൊക്കെ ആവണത് കൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നന്നായിട്ട് ഫ്രൂട്ട്സിൻ്റെ കണ്ടൻറ്റും ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്ക് കുറച്ച് പാൽ കൂടുതൽ ഒഴിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്ക് കട്ടിയിലുള്ള ഫുഡാവും ഇഷ്ടം, ചിലർക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഫുഡാവും ഇഷ്ടം. എൻ്റെ മോൾക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പല മക്കളും പല ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിൽ അവർക്ക് അടിച്ചേൽപ്പിക്കരുത്, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കറ്റ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഡെയിലി കൊടുക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഡെയിലി കൊടുക്കുന്നത് എന്തും നല്ലതല്ല. ആദ്യം തന്നെ നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുത്ത് നോക്കി നോക്കാം. വല്ല അലർജിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ മിക്കതും അലർജിയും കാര്യങ്ങളും വരാൻ ചാൻസ് ഇല്ല. എങ്കിൽ കൂടെ ഒരു 10% കുട്ടികൾക്ക് ചിലപ്പോൾ അലർജിക്കും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെറിയൊരു എമൗണ്ട് എടുത്ത് കൊടുത്തതിന് ശേഷം അലർജിക്കും കാര്യങ്ങളില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റ് ആൻഡ് മെഡിക്കൽ ഷോപ്പ് അങ്ങനെയുള്ള എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് മിൽക്ക്, സോൾട്ട് ആൻഡ് വെയിൽ ഫ്ലോർ, ഓട്സ് ഫ്ലോർ, ഷുഗർ, റൈസ് ഫ്ലോർ, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അനാർ ജ്യൂസ്, അങ്ങനെ ഒരുപാട് മിനറൽസും ഫ്രൂട്ട്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൊടിയാണിതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മിനറൽസ് ഉണ്ട് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, അയൺസ് വരുന്നത് വൈറ്റമിൻ എ, സി, ഡി, തൈമിൻ, അങ്ങനത്തെ ഒരുപാട് വൈറ്റമിൻസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൗഡറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ബൈ ഡിയേഴ്സ്, ലവ് യു ഓൾ.